ജില്ലാ റാലിയാണിത്. ഇത്തരത്തിലുള്ള 7 പരിപാടികൾ 7 ജില്ലകളിൽ നടന്നു കഴിഞ്ഞു. 8ാമത്തെ ജില്ലയിലാണ് ഇന്ന് പരിപാടി നടക്കുന്നത്. ഇവിടെ 2021 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ 4ാം വാർഷികം. എല്ലാവർക്കും അറിയാം, ഈ സർക്കാർ അതിന് മുൻപുള്ള സർക്കാരിൻ്റെ തുടർച്ചയായി കേരളത്തിലെ ജനങ്ങൾ 2021 അധികാരത്തിലേറ്റിയതാണ് എന്ന്. അങ്ങനെ നോക്കിയാൽ 2016 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന LDF സർക്കാർ ആ രീതിയിൽ പരിശോധിച്ചാൽ LDF സർക്കാർ തുടർച്ചയായി ഭരിക്കുന്ന 9 വർഷം പിന്നിടുന്നു. 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ നിലക്കും ഇത് കാണാവുന്നതാണ്. സ്വാഭാവികമായും 2016 അവസ്ഥ എന്തായിരുന്നുവെന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. നമ്മുടെ നാട് എല്ലാ തലങ്ങളിലും തകർന്നു പോയൊരു കാലമായിരുന്നു. ആ തകർച്ചയിൽ നിന്ന് ഇനി രക്ഷപ്പെടില്ല എന്നൊരു കണക്കുകൂട്ടലാണ് പൊതുവെ ജനങ്ങൾക്കുണ്ടായിരുന്നത്. കടുത്ത നിരാശ. ആ ഘട്ടത്തിലാണ് LDF നാടിനാകെ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഒരു പ്രകടന പത്രിക ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അതിൽ 600 ഇനങ്ങളുണ്ടായിരുന്നു. അന്ന് കേരളം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും LDFനെ അധികാരത്തിലേറ്റിയാൽ എന്തു ചെയ്യും എന്ന വാഗ്ദത്തങ്ങൾ അതിലുണ്ടായിരുന്നു. ജനങ്ങൾ അത് നല്ല വിശ്വാസത്തിലെടുത്തു, മുഖവിലക്കെടുത്തു, LDFനെ വിശ്വാസത്തിലെടുത്തു. അതിൻ്റെ ഭാഗമായി ജനങ്ങൾ തന്നെ ആ ഘട്ടത്തിൽ ഒരു കാര്യം പരസ്യമായി ചൊല്ലുകയുണ്ടായി. ആ ചൊല്ല് നാടാകെ ആ കാലത്ത് ഏറ്റെടുത്തു. അതായിരുന്നു, LDF വരും, എല്ലാം ശരിയാകും എന്ന ചൊല്ല്. ഇത് വെറും വാക്കായി പോയോ? ജനങ്ങൾ പ്രതീക്ഷിച്ച, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം, ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റാൻ LDFനും LDF നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനുമായോ? ആ പരിശോധനയാണ് സാധാരണ നിലയിൽ ജനങ്ങൾ നടത്തുക. പക്ഷേ നമ്മുടെ കേരളത്തിൽ ജനങ്ങൾക്ക് അതിനുള്ള വലിയൊരു അവസരം സർക്കാർ തന്നെ ഒരുക്കുകയുണ്ടായി. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ, അവയിൽ എത്ര കണ്ട് നടപ്പാക്കപ്പെട്ടു ആ കാര്യം ഓരോ വർഷവും സർക്കാരിൻ്റെ ഓരോ വർഷം പൂർത്തിയാക്കുമ്പോഴും ജനസമക്ഷം അവതരിപ്പിച്ചു. അതായിരുന്നു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പേരിൽ അവതരിപ്പിച്ച കാര്യം. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്, ലോകത്ത് തന്നെ
പാർലമെന്ററി ജനാധിപത്യം നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രത്തിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചതായി നാം മുൻപ് കേട്ടിട്ടില്ല. ഏതായാലും 5ാമത്തെ വർഷമായപ്പോൾ 21 ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് LDF മുന്നോട്ട് വെച്ച 600 വാഗ്ദാനങ്ങളിൽ വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കി മുഴുവൻ നടപ്പാക്കിയ സർക്കാരാണ് LDF സർക്കാർ എന്നതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ജനങ്ങൾ തുടർ ഭരണം LDFന് സമ്മാനിക്കുന്ന അവസ്ഥയുണ്ടായത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു, നിർവഹിക്കേണ്ടതായി വന്നു, നാടിൻ്റെ ആവശ്യമായി വന്നു. അവയെല്ലാം കൃത്യമായി നിർവഹിക്കുന്നതിന് നമുക്ക് കഴിയുകയും ചെയ്തു. ഇങ്ങനെ പരിശോധിച്ചാൽ നാടിൻ്റെ പശ്ചാത്തല വികസനം അതിന് വലിയ തോതിലുള്ള മാറ്റമാണ് വന്നത് എന്ന് കാണാൻ കഴിയും. നേരത്തെ നമ്മുടെ കേരളത്തിൽ ഒരു വലിയ നിക്ഷേപം നടത്താൻ തയ്യാറായി ഒരു കമ്പനി ഉടമ വന്നാൽ ആ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം യാത്ര പുറപ്പെട്ടാൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒന്ന്, നേരെ ചൊവ്വയുള്ള റോഡില്ല. റോഡിൽ വലിയ തടസ്സങ്ങളായിരിക്കും. യാത്ര ബുദ്ധിമുട്ടി അവസാനിപ്പിച്ചാൽ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുപോക്കുണ്ട്. ആ തിരിച്ചുപോക്ക് വീണ്ടും വരാനല്ല, കേരളം വിട്ട് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിക്ഷേപം നടത്താനാണ്. ഇതായിരുന്നു നമ്മുടെ നില. നമ്മുടെ രാജ്യമാകെ പശ്ചാത്തല സൗകര്യം വികസിക്കുന്നതിൻ്റെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റി നാഷണൽ ഹൈവേ വികസിപ്പിച്ചെടുക്കുന്നു. ഒരു പൈസ സംസ്ഥാന സർക്കാരിന് ചെലവില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് അത് വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ റോഡ് പോകേണ്ട സ്ഥലം എടുത്തു കൊടുക്കണം. അപ്പൊ നമ്മൾ തർക്കിച്ച് സമയം കളിയായിരുന്നു. നമ്മുടെ നാട്ടില് ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിൽ പാണ്ഡിത്യം തെളിയിക്കുന്ന താർക്കിക വിദഗ്ധരുണ്ട്. അവരെ ഒരു ബസ്സിന്റെ വീതി കണക്കാക്കി, അങ്ങനെ 2 ബസ് പോകാൻ എത്ര വീതി വേണം, അത്തരത്തിലുള്ള 2 റോഡിന് ആകെ എത്ര വീതിയാണ്, ഇങ്ങനെയെല്ലാമുള്ള കണക്കുകൾ ആ കാലത്ത് അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അവസാനം ഉണ്ടായ ഫലം സ്ഥലം ഏറ്റെടുക്കുന്നില്ല. എത്ര സ്ഥലം ഏറ്റെടുക്കണം എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന് ധാരണയില്ല. ഏറ്റവും ഒടുവിൽ അന്നത്തെ സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചു. അതിലെല്ലാ കക്ഷികളും കൂടി തീരുമാനിച്ചു, ഈ റോഡ് 45 മീറ്റർ വീതിയെങ്കിലും വേണം. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അതാണ് നല്ലത്. അപ്പോൾ കേരളത്തിൻ്റെ പൊതുവായ തീരുമാനമായി സംസ്ഥാന ഗവൺമെന്റിന് പിന്നെ അറച്ചു നിൽക്കേണ്ട കാര്യമില്ല. കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന രീതിയിൽ, നാഷണൽ ഹൈവേ അതോറിറ്റി ആവശ്യപ്പെടുന്ന രീതിയിൽ
45 മീറ്റർ വീതിയിൽ സ്ഥലമെടുത്തു കൊടുക്കുക. എന്നിട്ടും സ്ഥലമെടുപ്പ് നടന്നില്ല. കാരണം അവരുടെ കൂടെ ഇരിക്കുന്നവർ അങ്ങനെ സ്ഥലം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ ഉപേക്ഷിച്ചു. ഇവിടെ നഷ്ടപ്പെട്ടത് നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിനുള്ള അവസരമാണ്. ആ സമയം നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടില്ല. നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഓരോ നാടും അതത് സന്ദർഭത്തിലെ പുരോഗതി നേടേണ്ടതുണ്ട്. ആ പുരോഗതി നമുക്ക് നേടാനായില്ല. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സ്ഥലമേറ്റെടുക്കുന്ന കാര്യം വീണ്ടും പ്രശ്നമായി വന്നു. അപ്പോഴേക്കൊരു കാര്യം സംഭവിച്ചു. ഇത് നടപ്പാക്കേണ്ട നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെയൊന്നും നടക്കില്ല എന്ന ധാരണയിൽ സ്ഥലം വിട്ടു. അവരെ തിരിച്ചു വിളിച്ചു. സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്ത് തരാമെന്ന് പറഞ്ഞു. അവരപ്പോഴൊരു പുതിയ തർക്കം ഉന്നയിച്ചു. കേരളത്തിൽ വലിയ വിലയാണ്, ഈ വില കൊടുത്ത് സ്ഥലമെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ സ്ഥലമെടുത്ത് തരണം. നാം കാണേണ്ടത് രാജ്യത്തൊരിടത്തും നാഷണൽ ഹൈവേക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് സംസ്ഥാന സർക്കാർ വില കൊടുത്ത് നടത്തിയിട്ടില്ല. നമ്മളത് തന്നെ ഉന്നയിച്ചു. ശരിയല്ല നിങ്ങളുടെ സമീപനമെന്ന് പറഞ്ഞു. തർക്കമായി. പക്ഷെ നാം ഒരു ഗതികേടിലായി. നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ, നമ്മുടെ രാജ്യമാകെ നാഷണൽ ഹൈവേ വലിയ തോതിൽ വികസിച്ചു പോയിരിക്കുന്നു. നമ്മൾ മാത്രം നാഷണൽ ഹൈവേ എന്നത് വില്ലേജ് റോഡിനേക്കാളും പരിതാപകരമായ അവസ്ഥയിൽ കിടക്കുന്നു. അപ്പം നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് നാഷണൽ ഹൈവേ വികസനം പൂർണ്ണമായും നടന്നേ തീരൂ. പക്ഷേ ആ വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയുമില്ല. അവസാനം തർക്കം ഒത്തുതീർപ്പ് സംഭാഷണത്തിലേക്ക് നീങ്ങി. അതിനകത്ത് നമ്മുടെ ഗതികേട് കൊണ്ട് ഒരു കാര്യം സമ്മതിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ നമ്മെ കൊണ്ട് സമ്മതിപ്പിച്ചു. അതെന്താണ്? ഏറ്റെടുക്കുന്ന സ്ഥലത്തിൻ്റെ വിലയിൽ 25% സംസ്ഥാന സർക്കാർ വഹിക്കുക. യഥാർത്ഥത്തിൽ UDF സർക്കാർ കാണിച്ച കെടുകാര്യസ്ഥക്കുള്ള പിഴയായിരുന്നു അത്. എത്ര? 5600 കോടി രൂപ. പക്ഷെ നമ്മുടെ നാടിൻ്റെ വികസനം മുടങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മറ്റു വഴികളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആ വ്യവസ്ഥ നമ്മൾ അംഗീകരിച്ചു. 5600 കോടി രൂപ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ നാഷണൽ ഹൈവേയുടെ വികസനം എങ്ങനെ നടക്കുന്നു? ഈ കാഴ്ച തലപ്പാടി തൊട്ട് അങ്ങ് തിരുവനന്തപുരത്ത് വരെ സഞ്ചരിക്കുമ്പോൾ വിവിധ റീച്ചുകളിലായി കാണാൻ നമുക്ക് കഴിയും. ചിലയിടത്ത് റോഡ് പൂർണ്ണമായിരിക്കുന്നു. ആ റോഡിലൂടെ അതിവേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചരിക്കുന്നയാളുടെ മനസ്സിലുണ്ടാകുന്നൊരു കുളിർമ തൊട്ടടുത്ത റീച്ചെത്തുമ്പോൾ അവിടെ പുരോഗതിയുണ്ട്, പക്ഷേ ആ റോഡിലൂടെ പോകാൻ കഴിയുന്നില്ല, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിൽ കണക്കൂട്ടുന്നത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ റോഡ് പൂർണ്ണ നിലയിലെത്തുമല്ലോ, അപ്പോൾ ഇതേ സ്പീഡിലാണല്ലോ പോകാൻ കഴിയുക. ആ ഒരു ഉന്മേഷത്തിൽ നിൽക്കാൻ നാട്ടുകാർക്ക് കഴിയും. ഇന്നത്തെ പത്രവാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. തലപ്പാടി മുതൽ ചെർക്കള വരെ ഉള്ള റീച്ച് അത് പൂർണ്ണമായി കഴിഞ്ഞു എന്നുള്ളതാണ്. പൂർണ്ണ അവസ്ഥയിലെത്തി. ഊരാളുങ്കൽ എടുത്ത ആ ഭാഗം പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ട്. ഏതാനും മാസം കഴിയുമ്പോൾ പല ഭാഗങ്ങൾ പൂർണ്ണതയിലെത്താനാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നിരുന്നില്ലെങ്കിൽ ഈ നില
ഉണ്ടാകുമായിരുന്നോ? UDF ആണ് തുറന്നിരുന്നെങ്കിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമായിരുന്നോ? അപ്പോൾ ജനങ്ങൾ ചൊല്ലിയ ചൊല്ല് തീർത്തും അന്വർത്ഥമായല്ലോ. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് ഈ കാര്യത്തിൽ പൂർണ്ണമായും ശരിയായല്ലോ. അതുപോലെ അനേകം കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നടക്കില്ല എന്ന് കരുതിയ ഗെയിൽ പൈപ്പ് ലൈൻ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയും നാടുവിട്ടതായിരുന്നു. അവരെ 2016 തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോഴോ ആ പൈപ്പിലൂടെ ഗ്യാസ് പോകുന്നു. ആ ഗ്യാസ് നമ്മുടെ കേരളത്തിലെ പല പട്ടണങ്ങളിലെ വീടുകളിലെത്തിയിരിക്കുന്നു. പാചകവാതകമായിട്ട് പല ഫാക്ടറികളിൽ ഇന്ധനമായി എത്തുന്നു. നമ്മുടെ നാടിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് UDFൻ്റെ കെടുകാര്യസ്ഥ കൊണ്ട് ആ ഘട്ടത്തിൽ നടപ്പാക്കാൻ കഴിയാതിരുന്നത്. നമുക്ക് വൈദ്യുതി അത് കൊണ്ടുപോകാൻ ആവശ്യമായ ലൈൻ വേണമായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ലൈനാണ് എടമൺ കൊച്ചി പവർ ഹൈവേ. ആ പവർ ഹൈവേയുടെ നിർമ്മാണം ഒരു സ്ഥലം വരെ എത്തി. കോട്ടയം ജില്ലയിൽ ഒരിടത്തെത്തി, അവിടെ നിന്നു, പിന്നെ മുമ്പോട്ടില്ല. ആ പദ്ധതി ഏറ്റെടുത്ത പവർ ഗ്രിഡ് കോർപ്പറേഷൻ വന്നു പറഞ്ഞു അന്നത്തെ സർക്കാരിനോട്, സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നവരോട് ഇടപെടണം. അനക്കമുണ്ടായില്ല. അവരും തിരിച്ചുപോയി. അവരെ 2016 വന്ന സർക്കാർ തിരിച്ചു വിളിച്ചു. അതിനുശേഷം പണി നടത്താൻ പറഞ്ഞു. പണി അവരാരംഭിച്ചപ്പോൾ ഇതേ സ്ഥലത്ത് പണി പുനരാരംഭിക്കുകയാണല്ലോ വേണ്ടത്. പഴയ ആ ഊർജത്തിൽ തന്നെ ആ പണി തടഞ്ഞവർ തടയാൻ വേണ്ടി വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് സർക്കാർ എന്നത്. ഇപ്പോൾ നല്ല നിരക്ക് ആ ലൈനിലൂടെ കുറേ കാലമായി വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്താണ്? ഒരു പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യലാണോ? അല്ല പദ്ധതിക്ക് മുടക്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെ നിൽക്കലാണോ? പദ്ധതി നടപ്പാക്കൽ നാടിൻ്റെ താല്പര്യമാണ്. നാടിനോട് പ്രതിബദ്ധതയുള്ള ഒരു മുന്നണിക്കും അത്തരമൊരു മുന്നണിയുടെ ഗവൺമെന്റിനും മാത്രമേ ആ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കാനാവൂ. അതാണ് ഇവിടെ നാം കണ്ടത്. 2016 അധികാരത്തിൽ വന്ന മുന്നണി LDF ആയിരുന്നു. LDFന് ആവശ്യത്തിലധികം ജനങ്ങളോടും നാടിനോടും പ്രതിബദ്ധതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഇല്ലാത്തതുകൊണ്ടാണ് UDFൻ്റെ കാലത്ത് ഇത്തരം പദ്ധതികൾ മുടങ്ങിപ്പോയത്. ഇത് പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ കാര്യമെടുത്താൽ കേരളത്തിൽ വന്ന മാറ്റം ചെറുതാണോ? ഈ നാഷണൽ ഹൈവേയുടെ കാര്യം മാത്രമല്ല, ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ നടക്കുന്നു, മലയോര ഭാഗത്ത് മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നു. രണ്ടിനും കൂടി 10,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഫണ്ട് കണ്ടെത്തി നടത്തുന്ന പ്രവർത്തനമാണത്. അതിൻ്റെ കൂടെ തന്നെയാണ് നാം കാണേണ്ടത് നമ്മുടെ കോവളം മുതൽ ബേക്കൽ വരെ നീളുന്ന 600 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജലപാത.
ആ ജലപാത പൂർത്തിയാക്കാൻ പോകുന്നു. ചില പുതിയ കനാലുകൾ വരേണ്ട വടകരയിലും കണ്ണൂരും കാസർഗോഡുമൊക്കെ ചില കനാലുകൾ വരാനുണ്ട്. അതൊഴികെയുള്ള ഭാഗങ്ങളിൽ അത് പൂർത്തിയാക്കാൻ പോകുന്നു. അപ്പോൾ കേരളം കാണാൻ വരുന്ന വിനോദസഞ്ചാരികൾ, ആഭ്യന്തര സഞ്ചാരികളും വിദേശ സഞ്ചാരികളും ഈ കനാൽ വലിയ തോതിൽ ഉപയോഗിക്കും. അവർക്കെല്ലാം ആ കനാൽ യാത്ര വലിയൊരു ഹരമായി മാറാനാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലെ റോഡുകൾ, എല്ലാ റോഡുകളും നല്ല റോഡുകളായി മാറിയിരിക്കുന്നു. അതോടൊപ്പം നിരവധി പാലങ്ങൾ, ഒട്ടേറെ ഫ്ലൈ ഓവറുകൾ, അങ്ങനെ ഗതാഗത സൗകര്യം ആധുനിക കാലത്തിന് ചേരും വിധത്തിൽ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്നും കേരളത്തിൽ സംഭവിക്കില്ല എന്നായിരുന്നല്ലോ നേരത്തെ നിരാശ ബാധിച്ചവർ ശപിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന കാര്യം. അപ്പോൾ അതിനാണ് മാറ്റം വന്നത്. നാട്ടുകാർ ചൊല്ലിയ ചൊല്ല് വീണ്ടും അന്വർത്ഥമാകുന്നു എന്നതാണ് നാം ഇവിടെ കാണുന്നത്. ഇത്തരത്തിൽ പശ്ചാത്തല സൗകര്യ വികസന മേഖല മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ഏറ്റവും അഭിമാനകരമായ മേഖലകൾ ആ മേഖലകളും തകർന്നു പോയിരുന്നല്ലോ. നമുക്ക് ഓർമ്മയില്ലേ വിദ്യാഭ്യാസ രംഗം? ഇന്നിപ്പോ വിദ്യാഭ്യാസ മേഖലയിലെ SSLCയുടെ റിസൾട്ടിൻ്റെ പൊതുവിവരം പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചല്ലോ. അഭിമാനകരമായ വിജയം നേടി നിൽക്കുന്നതായിട്ടില്ലേ കാണാൻ നമുക്ക് കഴിയുക. പൊതുവിദ്യാഭ്യാസ രംഗം 2016 അവസ്ഥ എന്തായിരുന്നു? എല്ലാവരും വേദനയോടെയല്ലേ നോക്കിക്കണ്ടത്? ആ കാലത്ത് 1000-ൽ പരം സ്കൂളുകളായിരുന്നല്ലോ അടച്ചിടുന്ന പട്ടികയിലുണ്ടായിരുന്നത്. അടഞ്ഞുപോകുമെന്നല്ലേ കണക്കാക്കിയിരുന്നത്. അത് എത്രമാത്രം വേദനയാണ് ആളുകൾക്ക് ഉണ്ടാക്കിയത്. കുട്ടികള്, രക്ഷിതാക്കള് ഈ വിദ്യാലയങ്ങളോട് മടുപ്പുള്ളവരായി മാറിയല്ലോ. 5 ലക്ഷം കുട്ടികളാണല്ലോ കൊഴിഞ്ഞുപോയത്. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. നാടും നാട്ടുകാരും എല്ലാവരും ഒന്നായി ചേർന്നു. മാറിയില്ലേ? 5000 കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ചെലവഴിച്ചത്. ആ മാറ്റം കാണാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ. കെട്ടിടങ്ങളിൽ വന്ന മാറ്റം മാത്രമല്ലല്ലോ, ക്ലാസ് മുറികള് സ്മാർട്ട് ക്ലാസ്സുകളായില്ലേ, സ്കൂളുകള് ഹൈടെക് ആയില്ലേ. 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം പുതിയ കുട്ടികൾ വന്ന് ചേർന്നില്ലേ. എല്ലാം വലിയ മാറ്റമല്ലേ. ഇത്തരമൊരു മാറ്റം സംഭവിക്കുമായിരുന്നോ UDF ആണ് തുറന്നിരുന്നെങ്കിൽ നേരത്തെ കണ്ട 1000 മാത്രമല്ല, കുറേ ആയിരങ്ങൾ സ്കൂളുകൾ അടഞ്ഞുപോയിട്ടുണ്ടാവും. പൂർണ്ണമായി പൊതുവിദ്യാഭ്യാസ രംഗം തകർന്നു പോയിട്ടുണ്ടാകും. അതിൽ നിന്ന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത് LDF അധികാരത്തിൽ വന്നുകൊണ്ടല്ലേ. LDFന് കൃത്യമായ നയം ആ കാര്യത്തിലുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗം വലിയ അഭിമാനകരമായ രംഗമായിരുന്നല്ലോ.
ഇതെല്ലാം സ്വയംഭൂവായിട്ടുണ്ടായതല്ലോ. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ നാടിൻ്റെ ചരിത്രം. നവോത്ഥാന കാലത്തിന് ശേഷം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഉണർവ് 1956 കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നു. 1957 ആദ്യം തന്നെ VMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. ആ ഗവൺമെന്റ് സാർവത്രിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നു. നാട്ടിലാകെ സ്കൂളുകൾ വരുന്നു. അതിൻ്റെ തുടർച്ച നല്ല നിലക്ക് പിന്നീടുണ്ടാവുന്നു. ഇതാണല്ലോ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന മാറ്റം. ആരോഗ്യരംഗത്ത് കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിട്ട 57 ഗവൺമെന്റ് അന്ന് ഗ്രാമങ്ങളിൽ ആരോഗ്യ സംവിധാനം നല്ല നിലക്കുണ്ടാകുന്നതിനാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഗ്രാമങ്ങളിൽ തുടങ്ങുന്നത്. തുടർന്ന് ആരോഗ്യമേഖല ശക്തിപ്പെടുത്താൻ ഒട്ടേറെ ഇടപെടലുകൾ നടത്തുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം പൂർണ്ണമായി തകർന്നു പോയിരുന്നല്ലോ 2016. 2016 അധികാരത്തിൽ വന്ന UDF സർക്കാർ, LDF സർക്കാർ പഴയ UDF സർക്കാരിൻ്റെ അതേ നയമല്ല സ്വീകരിച്ചത്. അന്ന് UDFിൻ്റെ കാലത്ത് ഡോക്ടർമാരില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, മരുന്നില്ല, ഹോസ്പിറ്റലിൽ എന്തൊക്കെ വേണോ അതൊക്കെ ഇല്ല. ഇതായിരുന്നു അവസ്ഥ. അതിനാണല്ലോ മാറ്റമുണ്ടായത്. ആ മാറ്റം എങ്ങനെ വന്നതാണ്? ആർദ്രം മിഷൻ LDF സർക്കാർ നടപ്പാക്കി. നാടിനെ ചേർത്ത് പിടിച്ചു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുങ്ങി. മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാനുകൾ വന്നു. എത്ര സമ്പുഷ്ടമായി നമ്മുടെ ആരോഗ്യരംഗം. വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. കോവിഡ് മഹാമാരി ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ചു. കോവിഡ് മഹാമാരിയുടെ മൂർധന്യദശയിൽ പോലും നമ്മുടെ ആരോഗ്യരംഗം ഒരുക്കിയ സംവിധാനത്തെ കവച്ചുവെക്കാൻ കോവിഡ് മഹാമാരിക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ കോവിഡ് മഹാമാരിയുടെ മുന്നിൽ മറ്റു പല സമ്പൽ സമൃദ്ധ രാഷ്ട്രങ്ങൾ പോലും മുട്ടുകുത്തി വീണപ്പോൾ കോവിഡ് മഹാമാരിയെ മറികടന്നുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ഉയർന്നു നിന്നു. ആ കാലത്തും നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ആവശ്യത്തിന് ഒഴിവുണ്ടായിരുന്നു. ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. വെന്റിലേറ്ററുകൾ നല്ല രീതിയിൽ ഒഴിവുണ്ടായിരുന്നു. എങ്ങനെയാണത് വന്നത്? നാം ഒരുക്കിയ സൗകര്യങ്ങൾ. ആ സൗകര്യങ്ങൾ കോവിഡിന് വേണ്ടി ഒരുക്കിയതല്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് നാം ഒരുക്കിയ ആരോഗ്യ സൗകര്യങ്ങൾ. അതാണ് രാജ്യമല്ല, ലോകം കേരളത്തെ അത്ഭുതത്തോടെ വീക്ഷിക്കുന്നതിനിടയാക്കിയത്. ഈ നാടിന് എങ്ങനെ ഇതെല്ലാം സാധിച്ചു എന്നതാണ് പലരും ആശ്ചര്യപ്പെട്ടത്. അപ്പോ നേരത്തെ ചൊല്ലിയ ചൊല്ല് LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് തീർത്തും വിവിധ മേഖലകളിൽ
അന്വർത്ഥമാകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൻ്റെ പൊതുവായ മറ്റു രംഗങ്ങൾ, വികസന മേഖലയും ക്ഷേമകാര്യങ്ങളും ഒന്നിച്ച് കൊണ്ടുപോകുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്ന ആളുകൾ ആ കാലത്ത് 2016 വലിയ ദുരിതത്തിലായിരുന്നു. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആദ്യ മന്ത്രിസഭാ യോഗം ഞങ്ങൾ ചേരുന്നു. അപ്പോൾ അതിൽ വന്നൊരു കണക്ക്, ആ കാലത്ത് ഈ 600 രൂപ എന്നത് കടലാസിൽ മാത്രമാണ്, ആളുകളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. കുടിശ്ശികയാണ്. എത്ര കാലത്തെ കുടിശ്ശിക? 18 മാസത്തെ കുടിശ്ശിക. 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ ആദ്യം തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം അവിടെ മാത്രം ഒതുങ്ങിയില്ല. പിന്നീട് അത് വർദ്ധിക്കാൻ തുടങ്ങി. ആ വർധനവ് 600-ൽ നിന്ന് 1600-ലേക്ക് എത്തി. 60 ലക്ഷം പേർക്ക് ആ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുകയാണ്. നമ്മുടെ നാട്ടിൽ LDF അല്ല അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ആ 18 മാസം പിന്നീട് ചിലപ്പോൾ ഒരു 0 കൂടി ചേർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവുമല്ലോ. UDF-ന് പാവപ്പെട്ടവരോടുള്ള പ്രതിബദ്ധത എത്രമാത്രം എന്ന് കാണിക്കുന്നതാണല്ലോ ഈ വന്ന 18 മാസത്തെ കുടിശ്ശിക. ഇവിടെ ഈ കാര്യം മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന സഹോദരങ്ങളിൽ ചിലർ ഒരു സ്വന്തം വീട് സ്വപ്നം കാണുന്നവരാണ്. നിർഭാഗ്യവശാൽ പലരും ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്. ആ ഹതഭാഗ്യർ ഒരു വീട് തനിക്ക് സ്വന്തമായിട്ടുണ്ടാക്കാനാവില്ലാലോ എന്ന ആധിയിലായിരുന്നു. അവിടെയാണ് LDF സർക്കാർ അതിന് മറുപടി കണ്ടത്. LDF ഗൗരവമായി ആലോചിച്ചു, ഇതിന് പരിഹാരം കാണണമെന്ന് നിശ്ചയിച്ചു. സർക്കാർ കണ്ട പരിഹാരം എന്തായിരുന്നു? അതിനുവേണ്ടി ലൈഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. അതിലെ ആദ്യഘട്ടം നാം 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകുമെന്നാണ് കണ്ടത്. ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന കണക്കിൽ നമ്മുടെ സംസ്ഥാനത്ത് 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി. അതിനകത്തെല്ലാം ആളുകൾ താമസിക്കുകയുമാണ്. അപ്പോൾ അടുത്തു തന്നെ നേരത്തെ പറഞ്ഞ 5 ലക്ഷമോ അതിൽ കൂടുതലോ ആളുകൾ ഇതിൻ്റെ ഭാഗമായി വീടുള്ളവരായി മാറാൻ പോകുന്നു. ബാക്കി വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം അതിവേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സാമൂഹ്യമായ ഇടപെടൽ കേരളത്തിൽ LDF ആയിരുന്നില്ലെങ്കിൽ നടക്കുമായിരുന്നോ? ഇതാണ് നാം ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ട ചോദ്യം. ഇവിടെ നാം ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പ്രശ്നങ്ങൾ 2011-16 കാലത്ത് അന്നത്തെ UDF ഗവൺമെന്റിന്
നേരിടേണ്ടി വന്നിട്ടില്ല. സാധാരണ നിലയിലുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു 2011-16 കാലം. 2016 ശേഷമുള്ള കാലം നമുക്കൊട്ടേറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അതിൽ നിപ്പയുണ്ട്, ഓക്കിയുണ്ട്, 2018 മഹാപ്രളയമുണ്ട്, നൂറ്റാണ്ടിലെ മഹാപ്രളയം, 2019 തൊട്ട് അടുത്ത വർഷം അതിരൂക്ഷമായ കാലവർഷക്കെടുതി. അത് കഴിഞ്ഞൊന്നും നിവർന്നു നിന്നില്ല. അപ്പോഴേക്കും ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി. ഇത്രയെല്ലാം ആയാൽ ഒരു നാട് തകർന്നു പോകുന്നതിന് മറ്റെന്തെങ്കിലും വേണോ? ഇങ്ങനെയെല്ലാം സംഭവിച്ചാൽ സാധാരണഗതിയിൽ വേണ്ടത് നമ്മുടെ നാടിന് വലിയ പിന്തുണ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതാണ്. അതൊരു തരത്തിലുള്ള ദയ ചോദിക്കലല്ല, നമുക്ക് അർഹതപ്പെട്ടതാണ്. ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട്, ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ സംസ്ഥാനങ്ങളെ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് നമ്മുടെ ഭരണഘടന തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് മറ്റെല്ലായിടങ്ങളിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്, നമുക്ക് മാത്രം സഹായമില്ല. എന്തേ നമുക്കുള്ള കുറവ്? ഇപ്പൊ നൂറ്റാണ്ടിലെ മഹാപ്രളയം കേരളമാകെ തകർന്നു പോകുന്ന അവസ്ഥ, നമ്മെ നെഞ്ചേറ്റിയ ലോകരാഷ്ട്രങ്ങൾ വരെ വേദനിച്ച ഘട്ടം, എന്തെങ്കിലും സഹായം തന്നോ? മറ്റുള്ളവർക്കെല്ലാം സഹായം നൽകുമ്പോൾ എന്തേ നമുക്ക് സഹായമില്ലാത്തത്? ചില ലോകരാഷ്ട്രങ്ങൾ നമ്മെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇരിക്കുന്നു. നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു നേരത്തെ. ആ കാലത്ത് അവിടെ വലിയൊരു ദുരന്തം നടന്നു. രാജ്യത്തിൻ്റെ സഹായവും ലഭിച്ചു, വിദേശ സഹായവും ലഭിച്ചു. അവയെല്ലാം വാങ്ങി ആ നാടിനെ പുനർനിർമ്മിക്കാൻ മുഖ്യമന്ത്രി നിലക്ക് നരേന്ദ്രമോദി നേതൃത്വവും കൊടുത്തു. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിലിരിക്കുന്നു. ആ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുന്നു, കേരളത്തിൽ 2018 മഹാപ്രളയം വന്നപ്പോൾ നമ്മെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ലോകരാഷ്ട്രങ്ങളോട് പറയുന്നു, ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല. എന്താണത്? സഹായം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റ് തരണ്ടേ? കേന്ദ്ര ഗവൺമെന്റ് തരണ്ടേ? തന്നോ ചില്ലിക്കാശ്? ഇവിടെ രണ്ടു തരം സമീപനല്ലേ. മറ്റൊരു ഭാഗം, നമ്മുടെ മലയാളി സഹോദരങ്ങൾ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവർ, അവരെ പരിചയമുള്ള നാട്ടുകാർ, അവിടുത്തെ നാട്ടുകാർ കേരളത്തെ സഹായിക്കാൻ തയ്യാറാണ്. അവരൊരു ആവശ്യം കേരള സർക്കാരിൻ്റെ മുന്നിൽ വെച്ചു, നിങ്ങൾ ഏതെങ്കിലും മന്ത്രിയെ ഇങ്ങോട്ടൊന്ന് അയക്കണം. അങ്ങനെ വന്നാൽ ഈ സഹായം സ്വീകരിക്കുന്നതിന് എളുപ്പമാകും. ഞങ്ങൾക്ക് തോന്നിയത് നല്ല കാര്യമാണ്. പക്ഷേ മന്ത്രി പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അനുമതി വേണം. ആ അനുമതി ചോദിച്ചു, നിഷേധിച്ചു. എന്താണത്? എന്താണ് അങ്ങനൊരു അവസ്ഥ? ഇവിടെ വേറൊരു കാര്യവും ഈ ഘട്ടത്തിൽ ഓർക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ വിശദമായിട്ട് പറഞ്ഞു പോകുന്നില്ല. പണം വേണമല്ലോ നാടിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ. സർക്കാരിൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലാലോ. ഇപ്പോൾ നമ്മുടെ സർക്കാർ ജീവനക്കാരോട് സർക്കാർ പറഞ്ഞു, നിങ്ങൾ കുറച്ച് ദിവസത്തെ ശമ്പളം വായ്പയായിട്ട് നൽകണം. സർക്കാർ ജീവനക്കാർ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു. പക്ഷെ ഒരു വിഭാഗം എതിർത്തു, ശക്തമായി എതിർത്തു. പ്രതിപക്ഷ നിര എതിർപ്പുമായി മുന്നോട്ട് വന്നു.
കൊടുക്കാൻ പാടില്ല എന്ന് ചില പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു. കേസ് പോയി. എന്താണ് അങ്ങനെയൊരു സമീപനം? ആ ഘട്ടത്തിൽ കേരളത്തിന് ന്യായമായി നിഷേധിക്കുന്ന കേന്ദ്രത്തിന്റെ സമീപനത്തിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ, നമ്മുടെ കേരളത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട പ്രതിപക്ഷം തയ്യാറായോ? എന്തേ അവര് കേന്ദ്രത്തോടൊപ്പം ചാരി നിന്നത്? എന്തുകൊണ്ടാണ് അവര് കേന്ദ്രത്തോടൊപ്പം ചാരി നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചത്? എന്തായിരുന്നു മനോഭാവം? തകരട്ടെ, കേരളം ഗുണം പിടിക്കാൻ പാടില്ല, തകരട്ടെ. പക്ഷേ ആ കാലം കഴിഞ്ഞു. രാജ്യം മാത്രമല്ല, ലോകം അത്ഭുതത്തോടെ നോക്കിക്കണ്ടു കേരളത്തിന്റെ അതിജീവനം. എങ്ങനെ ഇത്ര നല്ല രീതിയിൽ ഈ ദുരന്തമേൽപ്പിച്ച ആഘാതങ്ങളെ മറികടന്ന് ഈ നാടിന് അതിജീവിക്കാനായി എന്നതിൽ അവരെല്ലാം വല്ലാതെ ആശ്ചര്യം കൊണ്ടു. എന്താ കാരണം? നമ്മുടെ നാടും നമ്മുടെ ജനങ്ങളും കാണിച്ച ഐക്യവും ഒരുമയും. അത് നമ്മുടെ മുന്നിൽ ഒന്നും അസാധ്യമായതല്ല എന്ന നില സൃഷ്ടിക്കുകയുണ്ടായി. അങ്ങനെയാണ് നമുക്ക് ഈ രീതിയിൽ ഉയർന്നു വരാൻ കഴിഞ്ഞത്. നമുക്ക് കൂടുതൽ നേട്ടങ്ങളിലേക്ക് ഉയരാൻ സാധിച്ചത്. ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ മുന്നിൽ ഒരുപാട് വിഷയങ്ങളാണ് നിൽക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കാണേണ്ടത്. പണം വേണം ആ കാര്യങ്ങൾ നിറവേറ്റാൻ. അതിന് മാത്രം കാശ് നമ്മുടെ കയ്യിലില്ല, നമ്മുടെ ഖജനാവിന് അത്ര ശേഷിയില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ചു, എന്താണ് മാർഗം? അങ്ങനെയാണ് പഴയൊരു നിയമം അത് തിരുത്താൻ തയ്യാറായി. പുതിയ കിഫ്ബി നിലവിൽ വന്നു. പുതിയ കിഫ്ബി നിയമം. അങ്ങനെ കിഫ്ബിയെ പുനരാവിഷ്കരിച്ചു. എന്തൊരു എതിർപ്പായിരുന്നു! അന്ന് സർക്കാർ പറഞ്ഞു, ഞങ്ങൾ ഈ കിഫ്ബിയിലൂടെ ഉദ്ദേശിക്കുന്നത് നാടിൻ്റെ പൊതുവായ വികസനമാണ്, പ്രത്യേകിച്ചും പശ്ചാത്തല വികസനം. കിഫ്ബി എന്നത് സർക്കാർ സംവിധാനത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയോടെയുള്ളതാണ്. അതെല്ലാം വ്യക്തമാക്കി. 50,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ 5 വർഷം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്തൊരു പുച്ഛമായിരുന്നു! എത്ര കടുത്ത എതിർപ്പായിരുന്നു! 2021 ആയപ്പോൾ 5 വർഷം പൂർത്തിയായി. ഏറ്റെടുത്ത പദ്ധതികൾ 50,000 കോടിയുടേതല്ല, 62,000 കോടി രൂപയുടെ പദ്ധതികൾ. ഇപ്പോ അത് 90,000 കോടി രൂപയുടെ പദ്ധതിയായി മാറിയിരിക്കുന്നു. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണുന്നൊരു നാടായി കേരളം മാറിയില്ലേ? സ്കൂൾ കെട്ടിടം, ആശുപത്രി കെട്ടിടം, റോഡുകള്, പാലങ്ങള്, ഫ്ലൈ ഓവറുകള്, ഓവർ ബ്രിഡ്ജുകള്, നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പദ്ധതികളുടെ ഭാഗമായി വരുന്ന മറ്റൊട്ടേറെ നിർമ്മിതികള്, നമ്മുടെ നാഷണൽ ഹൈവേക്ക് കൊടുത്ത 5,600 കോടി, നമ്മുടെ മലയോര ഹൈവേക്കും തീരദേശ ഹൈവേക്കും വേണ്ടി മാറ്റിവെച്ച 10,000 കോടി, ഇതെല്ലാം അതിൻ്റെ എല്ലാം സ്രോതസ് കിഫ്ബിയാണല്ലോ. ആ കിഫ്ബിയെ അങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ എന്ന നില ഒരു ഘട്ടത്തിൽ സ്വീകരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെടുക്കുന്ന കടം സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി കണക്കാക്കും. അതും വന്നില്ലേ? നമ്മളതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തി കേന്ദ്രത്തോട് പറഞ്ഞു, ശരിയല്ല. മാത്രമല്ല
ഡൽഹിയിൽ അതിനെതിരെ പ്രക്ഷോഭം നടത്തി. ആ സമീപനത്തിനെതിരെ ഈ കാര്യം മാത്രമല്ല, നമ്മുടെ സർക്കാരിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ നടത്തിയ ശ്രമം, നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുന്നു, നമ്മുടെ വായ്പ എടുക്കാനുള്ള അർഹത നിഷേധിക്കുന്നു. ചോദ്യം ചെയ്തു നമ്മൾ സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി അത് ഗൗരവമായ വിഷയമായി കണ്ടു, ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ഇതല്ലേ സംഭവിച്ചത്? ഈ ഘട്ടത്തിലൊക്കെ നമ്മുടെ നാടിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട ഒരു കൂട്ടറാണല്ലോ പ്രതിപക്ഷത്തിരിക്കുന്നവര്. അവര് നാടിനോടൊപ്പം നിന്നോ? ഈ തെറ്റായ സമീപനത്തെ ചോദ്യം ചെയ്യാൻ നിന്നോ? ആ തെറ്റായ സമീപനത്തിന് നല്ലതുപോലെ വളം വെച്ചു കൊടുക്കുന്ന നിലപാടല്ലേ പലപ്പോഴും അവർ സ്വീകരിച്ചത്? ഇതെല്ലാം നമ്മുടെ ദുരനുഭവത്തിൽപ്പെട്ടതാണല്ലോ. നമുക്ക് നമ്മുടെ നാട് കൂടുതൽ ഉയരത്തിലേക്ക് വളരുക എന്നതാണ് നാം ലക്ഷ്യമിടുന്നത്. അങ്ങനെ നോക്കിയാൽ നമ്മൾ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു വരികയാണ്. ഇപ്പോൾ കേരളത്തെപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണം, അത് കേരളം വികസിച്ചുകൂടാ എന്ന് കണക്കാക്കുന്ന വികസന വിരുദ്ധർ നടത്തുന്ന പ്രചരണങ്ങളാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ കടക്കണിയിലായി എന്ന പ്രചരണമുണ്ട്. നാം കാണേണ്ടത് നമ്മുടെ വായ്പയും നമ്മുടെ വരുമാനവും തമ്മിലുള്ള അനുപാതം 2020-21 38% ഈ അനുപാതം. അത് 23-24 34% കുറഞ്ഞു. ഇനിയും കുറയും. ആ നിലയിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം വർദ്ധിക്കുന്നു, ആഭ്യന്തര ഉൽപ്പാദനം വലിയ തോതിൽ വർദ്ധിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാടിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളില്ലേ, അത് പദ്ധതിയാകെ അവതാളത്തിലായിപ്പോയി എന്നാണല്ലോ. അതിൻ്റെ ഒരു കണക്ക് കൂടി അവതരിപ്പിക്കുക നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. നമ്മൾ ഇപ്പോൾ 14-ാം പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 സാമ്പത്തിക വർഷം നമ്മുടെ സംസ്ഥാന വാർഷിക പദ്ധതി അടങ്കൽ 30,370 കോടി രൂപയായിരുന്നു. ഈ പറയുന്ന പ്രചരണം അനുസരിച്ചാണെങ്കിൽ 30,000 കോടിയാവുമ്പോൾ ഒരു 15,000 കോടിയൊക്കെ അല്ലേ ചെലവിടുക എന്നല്ലേ കണക്കാക്കേണ്ടത്. പക്ഷെ നമ്മൾ ചെലവിട്ട് എത്രയാണെന്നറിയോ? 29,224 കോടി 23 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 96.23%. അപ്പോൾ നമ്മുടെ പദ്ധതി നിർവഹണത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ? ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നല്ല നിലയിലാണല്ലോ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ വാർഷിക പദ്ധതിയിൽ 2024-25 8,532 കോടി രൂപയാണ് നൽകിയിരുന്നത്. ചെലവിട്ടത് എത്രയാണെന്നറിയോ? 8,532 അല്ല, 9,452 കോടി 72 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 110.79%. ഇതാണ് കണക്ക്. ഈ കണക്ക് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇത് ജനങ്ങളിലേക്ക് എത്തരുതെന്നല്ലേ നിർബന്ധം? ഇതെങ്ങനെയെങ്കിലും മറച്ചു വെക്കണം എന്നാണല്ലോ. കേരളം തകർന്നു പോകുന്നു എന്നുള്ള ചിത്രമാണല്ലോ അവതരിപ്പിക്കാൻ നോക്കുന്നത്. ഇതെല്ലാം നല്ല രീതിയിൽ നമുക്ക് നേരിടാൻ കഴിഞ്ഞതും നമ്മുടെ സംസ്ഥാനത്തെ പദ്ധതി നിർവഹണമടക്കം ഫലപ്രദമായി നടത്താൻ കഴിഞ്ഞതും നമ്മുടെ വരുമാനം നല്ലതുപോലെ വർദ്ധിച്ചതുകൊണ്ടാണ്. ആഭ്യന്തര
ഉൽപാദനം നല്ല തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ വ്യാവസായിക മേഖല, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഇപ്പോൾ കുറേ അധികം സമയമായിപ്പോയി, ഒരുപാട് നേതാക്കൾ സംസാരിക്കാനുള്ളതാണ്, അതുകൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വ്യാവസായിക മേഖല അതിവേഗതയിൽ കുതിച്ചുയരുന്നു. സ്റ്റാർട്ടപ്പ് രംഗം സമാനതകളില്ലാത്ത രീതിയിലാണ് ഉയർന്നു പോകുന്നത്. നമ്മുടെ IT രംഗം വലിയ തോതിൽ വികസനം നേടിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് സേവനങ്ങൾ കൃത്യമായി ലഭ്യമാക്കുക, അതിനായുള്ള നടപടികൾ എല്ലാം ഓൺലൈനായി നിർവഹിക്കാനാണ് സർക്കാർ തയ്യാറാക്കുന്നത്. കേരളത്തിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ച് കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ്. 2016 അധികാരത്തിൽ വരുമ്പോൾ അന്ന് പ്രാമുഖ്യം കൊടുത്തത് പൊതുവിദ്യാഭ്യാസ മേഖലക്കായിരുന്നു. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അവഗണിച്ചു കളഞ്ഞില്ല. അന്നേ ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായി ആ ഘട്ടത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. അന്നത്തെ അവസ്ഥ, കേരളത്തിലെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ ആദ്യത്തെ 100-ൽ നമ്മുടെ കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഉണ്ടായിരുന്നില്ല. അത്ര പുറകിലായിരുന്നു നമ്മൾ. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ശേഷിയെക്കുറിച്ച് നമ്മളെല്ലാം അഭിമാനം കൊള്ളുന്ന ഘട്ടത്തിലുണ്ടായിരുന്നൊരു വസ്തുതയാണിത്. അവരുമായി ചർച്ച ചെയ്തു, ഇതിൽ മാറ്റമുണ്ടാക്കേണ്ട കാര്യം പറഞ്ഞു. പറയുക മാത്രമല്ല, അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു. 2021 അധികാരത്തിൽ വീണ്ടും വന്നപ്പോൾ ഈ ഗവൺമെന്റ് ആ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി. ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പോ രാജ്യത്തെ പൊതു യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റികളിൽ ആദ്യത്തെ 1 ഡസൻ 12 എണ്ണം, അതിൽ 3 എണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ്. അതിൻ്റെ റാങ്കിംഗ് ഉണ്ട്. കേരളം 9-ാം സ്ഥാനം, കേരള യൂണിവേഴ്സിറ്റി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി 10-ാം സ്ഥാനം, ഗാന്ധി യൂണിവേഴ്സിറ്റി 11-ാം സ്ഥാനം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43-ാം സ്ഥാനം. നമ്മുടെ രാജ്യത്തെ 100 കോളേജുകൾ, അതിൽ 16 എണ്ണം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണ്. മാറുന്നു, മാറിയിരിക്കുന്നു, ഇനിയും മാറും, ഇനിയും വലിയ പുരോഗതി വരും. നമ്മുടെ നാട്ടിലേക്ക് വിദേശത്ത് നിന്ന് വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികളുടെ എണ്ണം പെരുകുകയാണ്. നമ്മുടേതുപോലെ സ്വച്ഛമായ ഏതൊരു നാടുണ്ട്? ഇത്ര പ്രകൃതിരമണീയമായ നാട്, സംഘർഷങ്ങളില്ലാത്തൊരു നാട്, ജീവിക്കാൻ ആരും കൊതിക്കുന്നൊരു നാട്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിലുള്ള അക്കാദമിക് മികവ് നേടിയാൽ അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ വിദേശത്തുള്ള വിദ്യാർത്ഥികളടക്കം വരാനാണ് പോകുന്നത്. ഇതാണ് നാം കാണേണ്ട ഒരു വസ്തുത. കേരളത്തിൻ്റെ വികസനത്തിന് വലിയ തോതിൽ ആക്കം കൂട്ടുന്ന ഒന്നാണ് ഇപ്പോൾ നാം ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം പദ്ധതി എന്ന് നാം ഓർക്കണം. വിഴിഞ്ഞത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ വിഴിഞ്ഞം, ആ പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ പങ്കാളിത്തത്തോടെ നിലവിൽ വന്ന പോർട്ടാണ് എന്നത് കാണണം. അതിൻ്റെ മൊത്തം ചെലവ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നത് 8,867 കോടി രൂപയാണ്. ആ 8,867 കോടി രൂപയിൽ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് 5,595 കോടി രൂപയാണ്. നമ്മൾ ആ പോർട്ടിനെ അദാനി പോർട്ട് എന്നാണല്ലോ പറയുക. കാരണം അദാനിയാണ് അതിൻ്റെ നിർമ്മാണം നിർവഹിച്ചത്. അവർ ചെലവഴിച്ച സംഖ്യ എത്രയാണെന്നറിയോ? ഇപ്പോൾ 2,454 കോടി, നമ്മൾ 5,595 കോടി. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം ഇതിലുണ്ട്. സാധാരണ ഒരു ഗ്രാൻഡായി നൽകേണ്ടതാണ് VGF. അവര് 817 കോടിയാണ് അതിന് VGF ആയിട്ട് തന്നത്.
പക്ഷേ അത് കടമാണ്. ആ കടം നമ്മൾ തിരിച്ചടക്കാനുള്ളതാണ്. അത് തിരിച്ചടക്കുമ്പോൾ വലിയ തോതിലുള്ള തുകയായി മാറും എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അതിൻ്റെ ഒരുപാട് തർക്കങ്ങൾ നേരത്തെ ഉണ്ടായതാണ്. പക്ഷേ നാം പ്രാമുഖ്യം കൊടുത്തത്, LDF പ്രാമുഖ്യം കൊടുത്തത്, സർക്കാർ പ്രാമുഖ്യം കൊടുത്തത് ആ പദ്ധതി വരട്ടെ, നാടിൻ്റെ വികസനത്തിന് വലിയ തോതിൽ സഹായിക്കുന്നതാണ് എന്നാണ്. നാടിൻ്റെ വികസനത്തിന് വലിയ വഴി തുറക്കുന്ന ഒന്നായിരിക്കും അത്. ആ പോർട്ട് കേരളത്തിലെ വലിയ പോർട്ടല്ല, രാജ്യത്തെ വലിയ പോർട്ടാണ്. രാജ്യത്തെ മാത്രമല്ല, ലോകത്തെ അത്യപൂർവം വലിയ പോർട്ടുകളിൽ ഒന്നാണ് വിഴിഞ്ഞത്തെ പോർട്ട്. അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള സാധ്യതയാണ് കേരളത്തിൻ്റെ വികസനത്തിന് തുറന്നു കിട്ടുന്നത്. ഇത് നാം കാണേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യവും കൂടി പറയാനുണ്ട്. നമ്മുടെ രാജ്യം പ്രത്യേക സാഹചര്യം നേരിടുന്ന ഒരു ഘട്ടമാണിത്. അത് നമ്മുടെ രാജ്യത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ്. നിർഭാഗ്യരായ നമ്മുടെ സഹോദരങ്ങൾ കൊല ചെയ്യപ്പെടാനിടയായ ഭീകരാക്രമണം. ആ ഭീകരാക്രമണത്തെ രാജ്യം ഒറ്റക്കെട്ടായാണ് അപലപിച്ചത്. ആ ഭീകരവാദികളെ ശക്തമായി നേരിടണമെന്ന അഭിപ്രായവും രാജ്യത്ത് ഒറ്റക്കെട്ടായി തന്നെ ഉയർന്നു വന്നു. ഇപ്പോൾ ആ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ അയൽ രാഷ്ട്രം പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നുവെന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമുക്ക് തുടരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ഇതൊരു പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ മറ്റെല്ലാ ഭേദചിന്തകളും മറന്ന് ഇന്ത്യക്കാരെന്ന നിലക്ക് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും ഭദ്രതയും സംരക്ഷിക്കുന്നതിനായി നാം അണിനിരക്കേണ്ട ഘട്ടമാണ്. മറ്റെല്ലാം മറന്നുകൊണ്ട് രാജ്യത്തിനു വേണ്ടി അണിനിരക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത്. അതിൻ്റെ ഭാഗമായി ഇത്തരമൊരു സാഹചര്യം അയവ് വരുന്ന മട്ടല്ല കാണുന്നത്, കുറച്ചുകൂടി മുറുകി വരുന്ന ഒരു ഘട്ടമായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ 4ാം വാർഷികാഘോഷ പരിപാടികൾ ഈ ഘട്ടത്തിൽ നടത്തുന്നത് ഔചിത്യപൂർണമാണോ എന്നൊരാലോചന ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന മന്ത്രിസഭാ യോഗം നടത്തുകയുണ്ടായി. അപ്പം ഞങ്ങളതിൽ കണ്ടത് ഈ ഘട്ടത്തിൽ നമുക്ക് തുടരേണ്ടതില്ല എന്നാണ്. പക്ഷേ ഇന്ന് ഉച്ചക്കെടുത്ത തീരുമാനം അപ്പോൾ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പ്രയാസത്തിലാകുമെന്നുള്ളത് കൊണ്ടാണ് ആ ഘട്ടത്തിൽ പറയാതിരുന്നത്. ഇന്നിവിടെ വെച്ച് പറയാമെന്നാണ് കണക്കാക്കിയത്. ഇതിന് ശേഷമുള്ള ഇനി 6 ജില്ലകളിലെ പരിപാടിയുണ്ട്. അത് തൽക്കാലം മാറ്റിവെക്കുകയാണ്, മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. ഇപ്പോൾ ആരംഭം കുറിച്ചിട്ടുള്ള എക്സിബിഷനുകളുണ്ട്. ആ എക്സിബിഷനുകളിലെ കലാപരിപാടികളൊന്നും നടക്കില്ല. എക്സിബിഷൻ ഒരു വിവരം കൈമാറുന്നൊരു സ്ഥലമെന്ന നിലക്ക് അത് നടക്കട്ടെ എന്ന് വെക്കും. കലാപരിപാടികളും മറ്റും നമ്മൾ നിർത്തിവെക്കും. അതേപോലെ തന്നെ രാവിലത്തെ പ്രഭാതയോഗം ഇനി 6 ജില്ലകളിൽ നടത്തില്ല, അത് നിർത്തിവെക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് LDF റാലിയാണ്. അപ്പോൾ LDFിൻ്റെ വകയാണ് തീരുമാനം പ്രഖ്യാപിക്കേണ്ടത്. അത് LDF കൺവീനർ സ്വാഭാവികമായും പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായി LDFിൻ്റെ പ്രഖ്യാപനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇനിയുള്ള 6 ജില്ലകളിലെ പരിപാടി മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാം പറയുന്ന വികസിത കേരളം, അത് നവകേരളം എന്ന പുതിയ പേരിൽ നാം വിളിക്കുന്നു. ആ നവകേരളം ഒരു സങ്കല്പമല്ല, ഏതോ കാലത്ത് നടക്കേണ്ടതെന്ന് എന്ന നിലക്കല്ല, വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒന്നായിട്ടാണ് നാം കാണുന്നത്. ആ നവകേരളം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള എല്ലാ പിന്തുണയും സഹകരണവും നിങ്ങളിൽ നിന്ന് തുറന്നും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.